പ്രിയമുള്ളവരെ, യൂട്യൂബ് ചാനൽ ഉപവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ പട്ടാപ്പകൽ ഒരു പോലീസുകാരൻ ഒരു ക്രിമിനലിൻ്റെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ട സംഭവമുണ്ടായി. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് യൂണിഫോം അഴിച്ചു വെച്ച് സാധാരണ വസ്ത്രം ധരിച്ച് വീട്ടിലേക്കോ മറ്റെവിടെയെങ്കിലുമോ പോകുന്ന ഒരാൾ വഴിയിൽ കാണുന്ന ഏതെങ്കിലും കുഴപ്പങ്ങളെ ഇല്ലാതാക്കാനോ തർക്കങ്ങളെ പരിഹരിക്കാനോ ശ്രമിക്കരുത് എന്ന് അനുശാസനമുണ്ട്. വേറെ ഒരാൾക്ക്, അതായത് സാധാരണ പൗരന് അത്തരം സംഭവങ്ങളിൽ ഇടപെടാനും അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ആവാം. ഒരു പോലീസുകാരൻ്റെ ജീവിതം ആ രീതിയിൽ ക്രമപ്പെടുത്തിയിട്ടില്ല. അത് ഡിപ്പാർട്ട്മെൻറ്റ് സംബന്ധമായ കാര്യം. നമുക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ നേരെ ഒന്ന് നോക്കി ഈ സംഭവത്തെ ഒന്ന് പരിശോധിച്ചാൽ കേരളത്തിൽ ഇന്ന് ഏത് തെരുവിൽ വെച്ചും ആർക്കും ആരെയും അപകടപ്പെടുത്താനോ അവരെ കവർച്ച ചെയ്യാനോ കൊലപാതകം നടത്താനോ ഒന്നും ആരെയും പേടിക്കേണ്ടതില്ല എന്ന സ്ഥിതിവിശേഷം സംജാതമായിരിക്കുകയാണ്. ഇത് വെറുതെ സംജാതമായതല്ല. പോലീസ് എന്ന ഒരു ക്രമത്തെ, സമൂഹത്തിൻ്റെ ക്രമം തെറ്റിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒരു 10-15 വർഷം മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ ഭയപ്പെട്ടിരുന്നു. പോലീസ് എന്ന ക്രമത്തെയാണ് ഭയപ്പെടുന്നത്. ഇന്ന് നിർഭാഗ്യവശാൽ ആ ഭയം സമൂഹ മനസ്സിൻ്റെ ഒരിടത്ത് പോലും അവശേഷിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. ഒരു മനുഷ്യൻ കുറ്റവാസന ഉള്ളയാളാകുമ്പോൾ, അവസരം കിട്ടുമ്പോൾ തന്നെ അയാൾ തൻ്റെ സ്വഭാവം പുറത്തെടുക്കാൻ ശ്രമിക്കും. അങ്ങനെ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നവരെ ഒരു 90% അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ 10-20 വർഷങ്ങൾക്ക് മുമ്പേ ആണെങ്കിൽ, പോലീസിനെ പേടിച്ചിട്ടാണ്. പോലീസിനെ എന്തുകൊണ്ടാണ് പേടിയെന്ന് ചോദിച്ചാൽ, പോലീസിൻ്റെ കയ്യിൽ കിട്ടിയാൽ നല്ല തല്ല് കിട്ടും, ശരീരം വേദനിക്കും. ഇതാണ് കുറ്റകൃത്യത്തിൽ നിന്ന് 90% ആളുകളെയും സാധാരണ കുറ്റവാളികളെ പിന്തിരിപ്പിക്കുന്നത്. ഇന്ന് അസാധാരണമാം വിധം പോലീസിനെ ആ രീതിയിൽ പരിഗണിക്കപ്പെടാത്ത ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട്. അതിന് കാരണം കുറേ ഭാഗം നമ്മുടെ ഭരണകൂടം തന്നെയാണെന്ന് പറയേണ്ടി വരും. ഒന്ന്, കുറ്റവാളികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന പരിഗണന, കുറ്റവാസനയുള്ളവരെ സംരക്ഷിക്കുന്ന സാമൂഹ്യ ഘടന. ഒരു കുറ്റവാളിക്ക് സാധാരണ മനുഷ്യൻ്റെ അവകാശങ്ങൾ മുഴുവൻ, ഒരുപക്ഷെ അതിൽ കൂടുതൽ അവകാശങ്ങൾ നൽകണം എന്ന് അനുശാസിക്കുന്ന കോടതി അറിയിപ്പുകൾ. ഒരാൾ കുറ്റവാളിയാകുന്നത് കോടതി അയാളെ കുറ്റവാളി എന്ന് വിധിക്കുമ്പോൾ മാത്രമാണ് എന്നുള്ള വളരെ രസകരമായ വാദമാണ് സാധാരണ ഉന്നയിക്കപ്പെടാറുള്ളത്. അങ്ങനെയാണെങ്കിൽ കോടതി കുറ്റവിമുക്തനാക്കപ്പെടുന്ന എല്ലാവരും കുറ്റം ചെയ്യാത്തവരാണ് എന്ന് സമൂഹം വിശ്വസിക്കേണ്ടി വരും. അങ്ങനെയല്ല സാഹചര്യം എന്ന് സാമൂഹ്യ ബോധമുള്ള എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിക്ക് ഇന്ന് കൊടുക്കുന്ന, അല്ലെങ്കിൽ പിടിക്കപ്പെടുന്ന, പോലീസ് കസ്റ്റഡിയിലെത്തുന്ന ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളിന് കൊടുക്കുന്ന പരിഗണന
അക്രമവാസനകൾ വർദ്ധിക്കാനുള്ള ഒരു അനുകൂല ഘടകമായി മാറിയിട്ടുണ്ട്. ഇത് പരിഹരിക്കപ്പെടാതെ ഇത് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക തലങ്ങളിൽ ഈ പരിഗണന ചർച്ചയ്ക്ക് വിധേയമാകുന്നില്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ഈ ആനുകൂല്യങ്ങൾ കുറ്റവാളികൾക്ക് അനുകൂലമാവുകയും ഏതൊരാൾക്കും ഏത് സമയത്തും കുറ്റം ചെയ്യാനുള്ള പ്രവണത സാമൂഹ്യപരമായി തന്നെ അംഗീകരിക്കുന്ന ഒരു ഘട്ടം എത്തിച്ചേരും എന്നതിൽ സംശയമില്ല. ഈ അപകട സാധ്യതയെ നമ്മൾ മുന്നിൽ കാണുന്നില്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ മനസാക്ഷി എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ട്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ എന്ന് നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട്. അങ്ങനെ ഞെട്ടുന്ന സമൂഹ മനസാക്ഷി ഇല്ലാത്ത ഒരു കേരള സമൂഹം വിദൂരമല്ലാത്ത ഭാവിയിൽ ഇവിടെ ഉടലെടുക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്ക് എന്താണ് തടസ്സം ഒരു കുറ്റം ചെയ്യുന്നതിന്? ഇവിടെ ധാരാളം അവസരങ്ങൾ കുറ്റം ചെയ്യാൻ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനപരമായ മറ്റൊരു കാര്യം, ഏതൊരാളും നിയമത്തെ ലംഘിക്കാനുള്ള പ്രവണത ഉള്ളവരാണ്. വളരെ ചുരുങ്ങിയ പക്ഷം ആളുകളിൽ അത് ഇല്ല എന്ന് പറയാമെങ്കിലും, അപവാദങ്ങൾ ഉണ്ടാകുമെങ്കിലും, പരമാവധി നിയമങ്ങളെ അനുസരിക്കാതിരിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മളിൽ പലരും. അതുകൊണ്ട് നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ, അത് കുറ്റകൃത്യമായി പരിണമിക്കുമ്പോൾ, അതിനെ ഗുരുതരമായ ഒരവസ്ഥ എന്ന നിലയിൽ കാണാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ ഈ പറയുന്ന ഞെട്ടുന്ന മനസാക്ഷി, സമൂഹ മനസാക്ഷി എന്നൊക്കെ പറയുന്നത് ഇവിടുന്ന് നിഷ്കാസനം ചെയ്യപ്പെടും. അതുകൊണ്ട് തെരുവിലിറങ്ങി ഇന്ന് നമുക്ക് നടക്കുന്ന സ്വാതന്ത്ര്യത്തോടു കൂടി കുറച്ചു കാലങ്ങൾക്ക് ശേഷം തെരുവിൽ പകൽ സമയങ്ങളിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയവും എനിക്കുണ്ട്. ഇന്ന് നമ്മൾ അവകാശപ്പെടുന്ന നേട്ടങ്ങളൊക്കെ കടലാസിൽ മാത്രമാണെന്ന് പല വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ, നമ്മൾ അപകടത്തിലേക്ക് എത്തിച്ചെല്ലാവുന്ന സാഹചര്യങ്ങളെ അതുപോലെ നിസ്സാരമായി തള്ളിക്കളയാൻ നമ്മൾ ശ്രമിച്ചാൽ വലിയ അപരാധം വരും തലമുറയോട് ചെയ്യുന്ന ഒരവസ്ഥയായി അതും പരിണമിക്കും. യാതൊരു കാരണവശാലും ഒരാൾ തൻ്റെ മനസാക്ഷിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ ചെയ്യില്ല എന്നാണ് പൊതുവായിട്ട് നമ്മൾ പഠിച്ചു വരുന്നത്. ഇന്ന് അത് ഒരു സാർത്ഥകമായ കാര്യമായി നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളി ഉണ്ടാകുന്നതിന് സമൂഹം വലിയ തോതിൽ പ്രേരിതമാകുന്നു. സാമൂഹ്യപരമായ ഇടപെടലുകൾ അതിന് സഹായകമാകുന്നു എന്ന് വേണം കരുതാൻ. രണ്ടാളുകളെ കൊന്നുകഴിഞ്ഞാൽ ആ കൊലപാതകത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് സമൂഹത്തിൽ വലിയ അംഗീകാരം കിട്ടുന്ന സാഹചര്യം കേരളത്തിൽ അത്ര അപരിചിതമൊന്നുമല്ലാത്ത ഒരു കാലമാണിത്. ആളുകളെ കൊല്ലുന്നത് വലിയ അംഗീകാരത്തിനുള്ള ഒരു സാധ്യതയായി കേരളം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഏതിൻ്റെ ഇന്ന് നമ്മൾ രാഷ്ട്രീയ കൊലപാതകങ്ങളെയൊക്കെ അങ്ങനെ കാണുന്നുണ്ടെങ്കിലും മറ്റേത് കൊലപാതകത്തെയും ആ രീതിയിൽ പരിഗണിക്കപ്പെടുന്ന ഒരു സമൂഹമായി നമ്മൾ മാറും എന്നുള്ളതാണ് എൻ്റെ പേടി. നമുക്ക് കുറ്റവാളികളെ കണ്ടെത്താനുള്ള മറ്റ് മാന്ത്രിക വിദ്യകളൊന്നും ഇല്ല. വേണ്ടത് കുറ്റവാളികളെ സംരക്ഷിക്കുന്നവർക്കും അതുപോലെ തന്നെ എല്ലാവർക്കുമുള്ള അവകാശം കുറ്റവാളികൾക്കുമുണ്ട് എന്ന് സമർത്ഥിക്കുന്ന ആധുനിക പരിഷ്കൃത സമൂഹത്തിൻ്റെ മണ്ടത്തരവും ഒഴിവാക്കുന്നില്ലെങ്കിൽ, അതിൽ കുറ്റകരമായ അനാസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന സാഹചര്യം വളരെ പെട്ടെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപകടകരമായ ആ സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നു ചേരില്ല, അല്ലെ എനിക്ക് ആ അനുഭവം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നടക്കാൻ ഇന്ന് സാധ്യത കുറവാണ്. ഏതൊരാൾക്കും ഏത് കുടുംബത്തിലെ അംഗത്തിനും ഈ സാധ്യതകളെ തൻ്റെ മുന്നിൽ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്.
അതുകൊണ്ട് കുറ്റവാളി എന്ന് പരിഗണിച്ചാലെങ്കിലും, കോടതി അങ്ങനെ ഉത്തരവിട്ടാൽ എങ്കിലും അത്തരം കുറ്റവാളികളെ കുറ്റവാളികളായി കാണാനുള്ള നമ്മുടെ മനസ്സ് വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. ജയിൽവാസം എന്നത് പരമസുഖമായ ഒരു വാസമായി, ഒരു കാലഘട്ടമായി മനസ്സിലാക്കപ്പെടുന്ന രീതി വന്നുകൂടാ. ജയിലിൽ അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾ, അവിടെ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ, ഇതൊക്കെ വീട്ടിലും നാട്ടിലും കിട്ടുന്നതിനേക്കാൾ വലിയ പരിഗണനയും വലിയ സുഖങ്ങളും ജയിലിൽ കിട്ടുന്നു എന്ന് വരുമ്പോൾ, ജയിൽ ശിക്ഷ കൊണ്ട് നിയമനിർമ്മാതാക്കൾ ആ കാലത്ത് ഉദ്ദേശിച്ച മാനസാന്തരം ഈ ജയിൽ കിടക്കുന്ന ആർക്കും സംഭവിക്കാതെ അവർ കൂടുതൽ കൂടുതൽ കുറ്റവാസനയുള്ളവരായി പുറത്തു വരികയും വീണ്ടും അതേ കുറ്റം അല്ല അതിൽ കൂടുതൽ അപകടകരമായ കർത്തവ്യങ്ങളിലേക്ക് അവർ മുഴുകുകയും ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം, ഒരാൾ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, ആ പെൺകുട്ടി ആ സ്നേഹം അംഗീകരിക്കുന്നില്ല, അപ്പോൾ തന്നെ അവളെ ആസിഡ് ഒഴിച്ച് അപകടപ്പെടുത്തി കൊല്ലാൻ ശ്രമിക്കുന്നു. കുറച്ചു കാലം പ്രേമിച്ച് നടന്നു, പിന്നെ അവഗണിക്കാൻ നോക്കുന്നു എന്നുള്ള അവസ്ഥയിൽ അവളെ പട്ടാപ്പകൽ അവളുടെ വീട്ടുമുറ്റത്തോ അല്ലെ റോഡിൻ്റെ പാതയോരങ്ങളിലോ വെച്ച് എണ്ണയൊഴിച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലുന്നു. ഒരു കുറ്റം ചെയ്ത്, ഒരു കൊലപാതകം ചെയ്ത് ജയിലിൽ കിടക്കുന്ന ആൾക്ക് സ്വാഭാവികമായ പരോൾ കിട്ടുന്നു, അല്ലെങ്കിൽ ജാമ്യം കിട്ടുന്നു. അതിനുശേഷം അയാൾ കൊല്ലാൻ ബാക്കിയുള്ള രണ്ടുപേരെ കൂടി കൊന്ന് വളരെ സുന്ദരമായ മനോഭാവത്തോടുകൂടി, ശരീരഭാഷയോടുകൂടി അയാൾ നിയമത്തെ സമീപിക്കുന്നു. അങ്ങനെ ധാരാളം സംഭവങ്ങൾ നമ്മുടെ കേരളം എന്ന് പറയുന്ന വളരെ പരിഷ്കൃതരാണ്, വളരെ മാന്യന്മാരാണ്, വലിയ വിദ്യാസമ്പന്നരാണ്, വലിയ സാംസ്കാരിക സമ്പന്നരാണ് എന്നൊക്കെ പറയുന്ന കേരളത്തിൽ കുറ്റവാളികൾ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളുടെ അളവ് പരിശോധിക്കപ്പെടാതെ പോകുന്നു. ഇത് നമ്മുടെ ഭാവി ജീവിതത്തെ എങ്ങോട്ടാണ് നയിക്കുക? മറ്റെല്ലാ ചർച്ചകൾക്കും അപ്പുറം റെയിൽ കിട്ടാത്തതിൻ്റെയും ബസ് കിട്ടാത്തതിൻ്റെയും റോഡ് കിട്ടാത്തതിൻ്റെയും പാലം കിട്ടാത്തതിൻ്റെയും ആവശ്യങ്ങൾ പറഞ്ഞ് കരയുന്നതിന് പകരം വരും തലമുറയെ ഈ സമൂഹത്തിൻ്റെ ഭാഗമായി നിലനിൽക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ ജീവിതത്തെ സുരക്ഷിതമായി കൊണ്ടുപോകാനുള്ളൊരു ചുറ്റുപാടുണ്ടാക്കുന്നതിന് വേണ്ടി മുറവിളി കൂട്ടുകയാണ് കേരളം ചെയ്യേണ്ടത് എന്ന് തോന്നുന്നു. നന്ദി.